ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് എസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാനുള്ള സർക്കാർ തീരുമാനം അംഗീകരിച്ച ഗവർണർ. സർക്കാർ ശുപാർശയിൽ ഗവർണർ ഒപ്പിട്ടു. മണികുമാറിനെ അധ്യക്ഷനാക്കരുത് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭ്യർത്ഥന തള്ളിയാണ് ഗവർണറുടെ നടപടി. കഴിഞ്ഞ വർഷം അവസാനമാണ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ സർക്കാർ ശുപാർശ ചെയ്തത്. ഈ ശുപാർശയാണ് മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഗവർണർ അംഗീകരിച്ചിരിക്കുന്നത്. സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ അകർച്ച നിലനിൽക്കുമ്പോഴാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കം. മണികുമാറിനെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ തന്നെ എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ, മുഖ്യമന്ത്രി എന്നിവരാണ് അംഗങ്ങൾ. ഈ യോഗത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. നീതിയുക്തമായി ചുമതല നിർവഹിക്കാൻ മണികുമാറിന് കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പ്രതിപക്ഷ നേതാവിന്റെ വിയോജനക്കുറിപ്പ് നിലനിൽക്കെ തന്നെ സർക്കാർ ഗവർണർക്ക് ശുപാർശ കൈമാറി. എന്നാൽ പിന്നാലെ മണികുമാറിനെ നിയമിക്കരുതെന്ന് അഭ്യർത്ഥിച്ച പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് കത്ത് നൽകി. പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ഗവർണർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏപ്രിൽ 24-നാണ് എസ് മണികുമാർ കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ചത്. മണികുമാറിന് സംസ്ഥാന സർക്കാർ കോവളത്തെ നക്ഷത്ര ഹോട്ടലിൽ യാത്രയയപ്പ് നൽകിയത് വിവാദമായിരുന്നു. ചീഫ് ജസ്റ്റിസുമാർ വിരമിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഫുൾ കോർട്ട് യാത്രയയപ്പ് മാത്രം നൽകുന്നതായിരുന്നു രീതി. എന്നാൽ കീഴ്വഴക്കങ്ങൾ മറികടന്നാണ് ആദ്യമായി സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ യാത്രയയപ്പ് നൽകിയത്. മുൻപ് പിടിച്ചുവെച്ച ചില ബില്ലുകളിൽ തീരുമാനമെടുത്ത ഗവർണർ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിലെടുത്ത നടപടിയും പ്രതിപക്ഷം ചർച്ചയാക്കുമെന്ന ഉറപ്പാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.